ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ചോക്കറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മാച്ച് ചെയ്തിട്ട് ഒരു കമ്മലും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡലുകളാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സബ്സ്ക്രൈബർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ ചെയ്ത മാല കഴുത്തിൽ കറക്റ്റായിട്ട് കെടുക്കുമോ എന്നുള്ളത്. അത് OHP ഷീറ്റിലാണ് ഒട്ടിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഡൗട്ടാണ് അതങ്ങനെ കെടുക്കുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അവർക്ക് കമൻറ്റ് കൊടുത്തിരുന്നു അത് കറക്റ്റായിട്ട് കെടുക്കും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അത് കഴുത്തിലിട്ടിട്ടുള്ള ഒരു പിക്ക് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കത് മനസ്സിലാവില്ല അങ്ങനെ ആവുമ്പോൾ. അപ്പോൾ അവർ ആദ്യമായിട്ട് ജ്വല്ലറി മേക്കിംഗ് അധികം ആയിട്ടില്ല പഠിച്ചിട്ട് അതുകൊണ്ടുള്ള ഡൗട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്കിത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്ക് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ മാല ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റോൺ ഷീറ്റാണ്. അത് സിൽവർ കളറാണ്. പിന്നെ നമുക്ക് വാക്സ് ഷീറ്റ് വേണം. ഐപ്പിന് ഗോൾഡാണ് ഞാൻ കാണിച്ചെങ്കിലും സിൽവറാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്കിതുപോലത്തെ കുന്തൻ സ്റ്റോൺ വേണം. ഇനി അതിന് ചുറ്റും ഒട്ടിക്കാനായിട്ട് സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് B7000 ഗ്ലൂ ആണ് പശ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റോണുകളൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ കുന്തൻ സ്റ്റോൺ നമ്മുടെ കയ്യിൽ വലിയ സൈസ് സ്റ്റോൺ ഹാഫ് ബീഡ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചെറിയ സൂത്രപ്പണികളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിം നമുക്കിതുപോലെ പ്ലെയർ വെച്ചിട്ട് അടർത്തി കളയാം. വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു മാലയ്ക്ക് നമ്മുടെ സെൻറ്ററിലായിട്ട് ഒരു വലിയൊരു ലോക്കറ്റ് പോലെ വേണം. അപ്പോൾ അതിന് വലിയ സൈസ് സ്റ്റോണാണ് അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിക്കുക. അപ്പോൾ ആ ഒരു വലിയ സൈസ് സ്റ്റോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കയ്യിലാണെങ്കിൽ സ്ക്വയർ മോഡലിലുള്ള കുന്തൻ സ്റ്റോണാണ് ഇരിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അതിൻ്റെ ഫ്രെയിമൊക്കെ കളഞ്ഞു. ഇതുപോലെ റെഡിയാക്കി എടുത്തു. 4 പീസാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇത് കറക്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ വെക്കാനുള്ള സ്റ്റോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ശരിക്കും നമുക്ക് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ സൂത്രപ്പണികളിലൂടെയൊക്കെ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റോൺ ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാതിരിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ അതാ കണ്ടോ, ഇതുപോലെ നമ്മൾ സിൽവർ വെക്കുമ്പോൾ അതിൻ്റെ ഭംഗി വേറെയാണ്. നമ്മൾ ആ ഗോൾഡ് വെക്കുമ്പോഴുള്ള വ്യത്യാസമാണ് ഞാൻ കാണിച്ചു തന്നത്. ഗോൾഡ് അടക്കം ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസുകൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഗ്ലൂ ഒന്ന് തേച്ചതിന് ശേഷം നമുക്കൊരു സ്ക്വയർ രീതിയിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 4 എണ്ണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു അതിൻ്റെ ആ ഫ്രെയിം പോയിപ്പോൾ കണ്ടോ ഒരേ രീതിയിൽ വരും. ഇനി 4 എണ്ണം ഒട്ടിച്ച് കഴിയുമ്പോൾ അതൊരൊറ്റ പീസ് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതുപോലെ ഒന്ന് 4 എണ്ണം നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ചുറ്റിലും നമ്മൾ സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് 2 ലെയർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് ലെവലാക്കി കൊടുക്കുക. നമ്മൾ ഒട്ടിച്ച ആ ഒരു കുന്തൻ സ്റ്റോണൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്റ്റോണുകൾ എങ്ങനെയാണ് എത്ര എണ്ണം വേണം എന്നുള്ളത് നമ്മൾ ഇതുപോലെ നോക്കിയിട്ട് കട്ട് ചെയ്യുക. ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് വച്ച് നോക്കിയിട്ട് കട്ട് ചെയ്യുക. എങ്കിലാണ് അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. കാരണം മുകളിലും അടിയിലും നമുക്ക് ഒരു 4 പീസ് മതിയെന്നുണ്ടെങ്കിൽ സൈഡിൽ ഒരു 5 പീസ് വേണം. എങ്കിലേ അത് ലെവലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോ ഐറ്റംസും ചെയ്യാനായിട്ട്. എങ്കിലാണ് നമ്മുടെ വർക്ക് ഫിനിഷിംഗ് ആയിട്ട് വരുള്ളൂ, അതിനൊരു പെർഫെക്ഷനും കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ സൈഡിലേക്ക് 4 പീസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഗ്യാപ്പ് വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതായത് ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. ചെയ്ത് പരിചയമുള്ളവർക്ക് ഇത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അതിന് എത്ര പീസ് വേണമെന്നൊക്കെ മനസ്സിലാവും. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊന്നും പെട്ടെന്ന് അതങ്ങനെ മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. 1-2 വട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ആ ഐഡിയ ഒക്കെ മനസ്സിലായി കിട്ടും. ഇന്ന് എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് ലൈറ്റിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. ലൈറ്റ് എന്തോ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ട് ഓഫായി പോവുമായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് ചെയ്ത വിഡ്ഢിത്തരം, ഞാൻ എന്നും ഒരു ഗ്രീൻ കളറിലാണ് ബാക്ക്ഗ്രൗണ്ടിൽ വരാറ്. ഗ്രീനാണ് ഞാൻ എടുക്കാറ്. പക്ഷേ ഇന്ന് ഞാനതൊന്ന് മാറ്റി വൈറ്റാക്കി. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു വല്ലാതെ ഡാർക്കായി പോയി. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഒന്ന് ക്ഷമിക്കുക. അതിൽ വന്ന ആ ഒരു അപാകതയ്ക്ക് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുത്ത് നോക്കിയില്ല എങ്ങനെയുണ്ട് എന്നുള്ളത്. എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ബ്രൈറ്റ്നസ് കുറവായിട്ട് തോന്നിയത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്കത് ശരിയാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് കുറേ പേര് ഓരോന്ന് ഡൗട്ടുകൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷമാണ്. അതിനൊക്കെ മറുപടി കൊടുക്കുമ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മുടെ വീഡിയോ കണ്ട് അവരത് ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടാണല്ലോ ഡൗട്ടുകൾ ചോദിക്കുന്നതും അഭിപ്രായങ്ങളൊക്കെ പറയുന്നതും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ ഇനിയും വേണം. എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിത് ആ ഫസ്റ്റ് ലെയർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ഞാനിത് ഇതേപോലെ എല്ലായിട്ടും ഒട്ടിക്കുന്നത് നമ്മൾ പീസായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. എങ്കിലേ അതിനൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതേ 2 ലെയർ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് സ്റ്റോൺ ഷീറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ അതേ സ്റ്റോൺ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതേ വീതിയിൽ തന്നെ കട്ട് ചെയ്യരുത്, അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു 1-2 സ്റ്റോണ് കുറവായിട്ടുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 സ്റ്റോൺ വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ വരുള്ളൂ, എങ്കിലേ അതൊരു ചോക്കറിൻ്റെ ആ ഒരു മോഡലിൽ നമുക്കൊരു ഭംഗിയായിട്ട് കിട്ടുള്ളൂ. ഫുള്ളായിട്ട് എടുക്കുമ്പോൾ അത്രയ്ക്കൊരു ഭംഗി തോന്നില്ല. അപ്പോൾ നമുക്കൊരു 4 ലെയർ വരുന്ന സ്റ്റോണിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനത്തെ ഒരു 4 പീസ് കട്ട് ചെയ്യണം. പിന്നെ ഞാനിവിടെ ഐപ്പിന് വെച്ചാണ് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യേണ്ട, അവിടെ ഒരു ഗ്യാപ്പ് കാണണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു സെൻറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പെൻഡൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതും ഇതിൻ്റെ ഒരു അറ്റവും തമ്മിൽ നമുക്ക് ഈ ഒരു വാക്സ് ഷീറ്റിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് ഒരു പീസ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അത് എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇതാവുമ്പോൾ നമ്മൾ സെൻറ്ററിൽ ആ ഒരു ഐപ്പിന് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഐഡിയ എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എളുപ്പമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷീറ്റിൻ്റെ ഒരു പീസിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. ആ ഒരു സെൻറ്ററിലിരിക്കുന്ന പെൻഡൻറ്റിൻ്റെ അടുത്തേക്ക് 2 സൈഡിലേക്ക് ഒരു ചെറിയ പീസ് വാക്സ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക, അതിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ഒരൊറ്റ ഐപ്പിന് ഒട്ടിച്ചു കൊടുക്കണം. അത് നമ്മുടെ ബാക്ക് ത്രെഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നേരെ വെച്ചിട്ട് നിങ്ങൾ ഒട്ടിക്കരുത്, ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് വേണം ഐപ്പിന് ഒട്ടിച്ചെടുക്കാനായിട്ട്. ബാക്ക് ത്രെഡ് കണക്ട് ചെയ്യാനുള്ളത് ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക. അതിൻ്റെ ബാക്കിൽ നമുക്കൊരു പീസ് വാക്സ് ഷീറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കുക. ഐപ്പിന് ഉണങ്ങിയാലും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാ സൈഡും കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. 2 പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഒരു സൈഡ് നമുക്ക് 2 ഐപ്പിന് വെച്ച് കൊടുക്കണം. അത് നമ്മുടെ ലോക്കറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 എണ്ണം കൊടുത്തില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല. നമ്മൾ ഒരൊറ്റ പീസ് ഇതുപോലെ തന്നെ കൊടുത്തിട്ട് ലോക്കറ്റുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമ്മുടെ കഴുത്തിൽ നിൽക്കില്ല. ഇത് കറക്റ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ 2 പീസിലും ഇതുപോലെ ഓരോ സൈഡിലേക്കും ഉള്ളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ 2 ഐപ്പിന് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ 2 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ലോക്കറ്റിൻ്റെ ആ ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഐപ്പിന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിലെങ്ങനെയാണ് വരേണ്ടതെന്ന് മനസ്സിലാവും. നമ്മുടെ ചോക്കറിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, സ്റ്റോൺ ഷീറ്റിൻ്റെ ഒരു പോർഷനിൽ നമ്മുടെ ഐപ്പിന് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം ലോക്കറ്റിൽ ഐപ്പിന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കത് വേഗം മനസ്സിലായിട്ട് വേഗം ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലോക്കറ്റിൻ്റെ ബാക്കിൽ ഐപ്പിനൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒട്ടിക്കാനായിട്ട് നമ്മളൊരു പീസ് വാക്സ് ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഐപ്പിന് വെച്ചിട്ട് ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ ഫുള്ളായിട്ട് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഐപ്പിൻ്റെ 2 സൈഡിലേക്കും വെച്ച് കൊടുത്തിട്ട് ആ പീസ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെരിച്ച് തന്നെയാണ് വെക്കുന്നത്. ഇതിൻ്റെ ഐപ്പിന് നമ്മളിതുപോലെ ചെരിച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 എണ്ണം ഒരു സൈഡിൽ വെച്ചേക്കണതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലും വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. കണ്ടോ? ഇങ്ങനെ ഒരെണ്ണം മുകളിൽ ഒരെണ്ണം അടിയിൽ തൊട്ടടുത്തായിട്ട് വരുന്ന രീതിയിൽ, അടുത്തടുത്ത് തന്നെ വരുന്ന രീതിയിൽ വെക്കണം. എങ്കിലാണ് അത് കറക്റ്റ് ലെവലായിട്ട് കിട്ടുള്ളൂ. 2 സൈഡും ഒരേ ലെവലിൽ കിട്ടണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വെക്കണം. ഇനി നമുക്കിത് ഇതുപോലെ മുകളിൽ നമ്മൾ വെച്ചതിൻ്റെ തൊട്ടടിയിലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇനി ആ ഒരു പീസ് കറക്റ്റ് ഒരു പീസ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇനി അഥവാ എവിടെയെങ്കിലുമൊക്കെ കുറേശ്ശൊക്കെ തള്ളി നിൽക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഉരുക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ലെവലായിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ്സാക്കിയതിന് ശേഷം നമ്മൾ വെച്ച ഐപ്പിനൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. കാരണം നമ്മൾ കൈ തൊട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഡ്രൈ ആവാനായിട്ട് വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്റ്റോൺ ഷീറ്റിലേക്ക് ഐപ്പിനുകൾ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് ഞാൻ ഐപ്പിൻ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം. കാരണം ഇന്നത്തെ നമ്മുടെ ഐറ്റത്തിൽ മെയിൻ ഇപ്പോൾ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഐപ്പിൻ്റെ ഒട്ടിക്കൽ തന്നെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ തവണ ഐപ്പിനെ കുറിച്ച് പറയേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം. അപ്പോൾ എൻ്റെ സംസാരം നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയണം. കമൻറ്റിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തി പറയണേ, ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. നമുക്കറിയില്ല, നമ്മളിങ്ങനെ സംസാരിച്ച് പോകുന്നു. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ നിങ്ങളെ ബോറടിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി നമ്മളത് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഷീറ്റിൽ വച്ചിരിക്കുന്ന ഐപ്പിന് അതുപോലെ സൈഡിലേക്ക് രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എങ്കിലാണ് നമുക്കതിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ കണ്ടോ? ഇതുപോലെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 2 സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഷീറ്റിലേക്ക് ഐപ്പിന് ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മളത് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് പറയാൻ വിട്ടുപോയി, വർത്തമാനത്തിൻ്റെ ഇടയിൽ അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് നിങ്ങൾ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റോൺ ഷീറ്റിലുള്ളതൊന്ന് ജസ്റ്റ് അകത്തി വെച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ഉണങ്ങി വരുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും പ്രസ് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇല്ല, നിങ്ങൾക്ക് കണക്ട് ചെയ്യണത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമായാലും മതി. അപ്പോൾ നമുക്ക്
കുത്തി കണക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അകത്തി വെച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒട്ടിച്ചിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളതൊന്ന് ലെവലാക്കി കൊടുക്കണം. അപ്പോൾ സ്റ്റോൺ ഷീറ്റിലുള്ള ഐപ്പിന് നിങ്ങൾ മറക്കരുത്, രണ്ടും രണ്ട് സൈഡിലേക്കായിട്ട് വരുന്ന രീതിയിൽ നമ്മളത് അകത്തി വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിലേക്കായിട്ട് വരുന്ന രീതിയിൽ തന്നെ വെക്കണം. എങ്കിലാണ് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കണ്ടോ, കറക്റ്റ് നല്ല അടിപൊളി ഒരു ചോക്കറായിട്ടുണ്ടല്ലേ. അപ്പോൾ അത് ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഭംഗി കറക്റ്റ് മനസ്സിലാവാത്തത്. ഞാൻ ലാസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ ഒരു ഭംഗി. ഇത് നമുക്ക് നമ്മൾ ആ ലോക്കറ്റ് ഉണ്ടാക്കിയ പോലെ 2 പീസും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കമ്മൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്ക് നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക അതുപോലെ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അതിലേക്കൂടെ നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ് ഒന്ന് ഇതുപോലെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ് ഒരിക്കലും വിട്ടുപോവില്ല. അപ്പോൾ ഇതുപോലത്തെയൊക്കെ കമ്മലുകൾ ചെയ്യുന്നത് ഞാൻ ഇതിന് മുമ്പും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണത് കുറേ എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെയും കമ്മലിൻ്റെയും ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി മോഡൽസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. ഇതുപോലത്തെ മോഡൽസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.